Hello my dears, welcome back to Silent Learning. It's me Sri Bhama SB. അപ്പോൾ മക്കളെ നമ്മുടെ വെക്കേഷനൊക്കെ അവസാനിക്കാൻ വേണ്ടിയിട്ട് പോകണല്ലേ. അപ്പോൾ ഫുള്ള് സാഡ് അടിച്ചിരിക്കുകയാണോ? ചിലർക്ക് വെക്കേഷൻ ഭയങ്കര ഇഷ്ടമായിരിക്കും, ചിലർക്കാണെങ്കിൽ വെക്കേഷൻ തീർന്നല്ലോ എന്നുള്ള വിഷമത്തിലായിരിക്കും. എനിവേ നമ്മുടെ ഇനി വീണ്ടും ബാക്ക് സ്കൂൾ പഠിക്കാനുള്ള പരിപാടിയിലോട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട് പോവാണ്. സോ വെക്കേഷൻ സമയമാകുമ്പോൾ എനിക്ക് പലപ്പോഴും ഈ ബാക്ക് ടു സ്കൂൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്തൊക്കെ കേസ് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് തുടങ്ങാൻ വേണമെങ്കിൽ ഞാൻ നിങ്ങളെ പോലെ തന്നെ ചെറിയ പ്രായമൊക്കെ ആവുന്ന സമയത്ത് ഇപ്പോൾ 8th 9th ഒക്കെ ആവുന്ന സമയത്ത് വെക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരു വൈബാണല്ലോ. അപ്പോൾ ട്രിപ്പ് പോവുക, അങ്ങോട്ടേക്ക് പോവുക, വീട്ടിലിരിക്കുക. അപ്പോൾ വീട്ടിൽ ഫുൾ ഉറക്കം, ഫുഡ്, ഇതൊക്കെ തന്നെയാണ് നമ്മുടെ പരിപാടി. അപ്പൊ വീണ്ടും സ്കൂളിലോട്ട് പോവാ പറയുന്ന സമയത്ത് ആദ്യം ഇച്ചിരി മടിയായിരുന്നു. അയ്യോ പോണോ, ഇനിയിപ്പോ പോകണ്ടേ, അയ്യോ ഇനിയിപ്പോ പോകണമല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് ഇരുന്നിട്ട് ഫസ്റ്റ് ഡേ പോകുന്ന സമയത്ത് ഭയങ്കര മടിയാണ്. പിന്നെ അസംബ്ലി ഫസ്റ്റ് ഡേ എന്തായാലും പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിരിക്കും, സെലിബ്രേഷൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അസംബ്ലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും വീട്ടിലോട്ട് തിരിച്ചു വരിക. അപ്പൊ എന്റെ കുട്ടിക്കാലത്തെ സമയത്തും നിങ്ങൾ ഈ ചൈൽഡ്ഹുഡ് ടൈമിലൊക്കെ പറയുകയാണെങ്കിൽ ഇതേപോലെ തന്നെയായിരുന്നു. ഫസ്റ്റ് ഡേ ഇനോഗ്രേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുൾ ഒരു എന്താ പറയാ വെൽക്കം ഡേ ആണ് ഫസ്റ്റ് ഡേ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾക്ക് ഓരോരോ ഡിവിഷൻസും കാര്യങ്ങളൊക്കെ മാറ്റുമായിരുന്നു. മിസ്സിന്റെ സ്കൂളിലൊക്കെ എപ്പോഴും ഷഫിൾ ചെയ്തിട്ടായിരുന്നു. അപ്പൊ 8th കുട്ടികളല്ല 9th ഫ്രണ്ട്സ് അല്ല 10th കംപ്ലീറ്റ്ലി ഷഫ്ലിംഗ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ സെയിം ഫ്രണ്ട്സ് ആയിരുന്നില്ല മിസ്സിന് ഉണ്ടായിരുന്നത്. അപ്പൊ വീണ്ടും സ്കൂളിലോട്ട് പോകുന്ന സമയത്ത് പുതിയ ഫ്രണ്ട്സ്, പുതിയ ടീച്ചേഴ്സ്. അപ്പൊ ആദ്യം ഭയങ്കര മടിയായിരുന്നു, അയ്യോ പോണല്ലോ. പക്ഷേ ഒരു ദിവസമൊക്കെ കഴിഞ്ഞ് ഫസ്റ്റ് ഡേ കഴിഞ്ഞ് സെക്കൻഡ് ഡേ ആയി കഴിഞ്ഞേക്കും പിന്നെ അങ്ങോട്ടേക്ക് ഫുള്ള് വൈബായിരുന്നു. കാരണം എന്താ വെച്ചാൽ വീണ്ടും സ്കൂളിലോട്ട് തിരിച്ചു പോകുന്ന സമയത്ത് ആ ഓപ്പൺ ഡേ ഒരു വൈബും കാര്യങ്ങളും, ആ ഒരു ദിവസത്തെ ഒരു ബുദ്ധിമുട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്ക് ഫുൾ അടിപൊളിയാണ്. കാരണം പുതിയ ടീച്ചേഴ്സും പുതിയ ആളുകളൊക്കെ പരിചയപ്പെടാൻ വേണ്ടി പറ്റുക അല്ലെ, ഭയങ്കര ഒരു എക്സ്പീരിയൻസ് അല്ലേ. ഇപ്പൊ പഴയ ഫ്രണ്ട്സ് ആണെങ്കിലും നമുക്ക് പലപ്പോഴും ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നത് നമ്മുടെ ഫ്രണ്ട്സിനെയാണ് അല്ലെ. ഇപ്പൊ വെക്കേഷൻ ടൈമിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുറച്ച് ടൈം നമ്മുടെ ഫ്രണ്ട്സിന്റെ കൂടെയുള്ള ബെസ്റ്റ് ടൈം ആയിരിക്കും. അവരുടെ കൂടെയുള്ള മെമ്മറീസ്, അതുപോലെ തന്നെ ടീച്ചേഴ്സിന്റെ സംസാരങ്ങൾ, അപ്പോൾ ക്ലാസ്സുകൾ, അങ്ങനെ എല്ലാം നമുക്ക് മിസ് ചെയ്യുന്ന ഒരു ടൈമാണ്. ആർട്സ്, സ്പോർട്സ്. അപ്പോൾ വെക്കേഷൻ പലരോടും ചോദിക്കുമ്പോൾ മക്കള് പറയുന്ന കാര്യമാണ്, വെക്കേഷൻ മടുത്ത് മിസ്സേ, എനിക്ക് അത്ര ഇതൊന്നും ഇല്ല, വേഗം സ്കൂളിൽ തുറന്നാൽ മതി, ബോറടി ആണ്, ലേസിനെസ് ആണെന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങളുടെ അനുഭവങ്ങൾ എന്താണ്, നിങ്ങളുടെ ഇഷ്ടം എന്താണെന്നുള്ളത് കമന്റ് ബോക്സിൽ താഴെ കമന്റ് ചെയ്യുക. എൻ്റെ ഓപ്പൺ ഡേയുടെ ഒരു എക്സ്പീരിയൻസ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ്. ഫസ്റ്റ് ഡേ ഫുൾ സെറ്റ് ആയിരിക്കും. അന്ന് നമ്മൾ എന്ത് ചെയ്യും, പുതിയ ക്ലാസ്സിലോട്ട് പോകുമ്പോൾ ഒരു ഫുൾ എന്താണ് ഒരു രസമാണ് അല്ലേ. പിന്നെ ഓരോരോ സ്കൂളിൽ വരുമ്പോൾ ഓരോ ടീച്ചേഴ്സ് ഇതേപോലെ എന്ത് ചെയ്യുക, നമ്മളെ പരിചയപ്പെടാൻ വേണ്ടി വരും, അവരെ പരിചയപ്പെടുക, അങ്ങനെ ഒരു ഒരാഴ്ച അങ്ങനെ വൈബിൽ അങ്ങ് പോകും. പിന്നെ അത് കഴിഞ്ഞൊരു സെക്കൻഡ് വീക്കൊക്കെ ആകുമ്പോഴേ ക്ലാസ് തന്നെ ഏകദേശം സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പൊ അതുവരെ നമുക്ക് ജോലിയാണ് അല്ലേ. നമ്മുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ പറയാം, നമ്മുടെ എക്സ്പീരിയൻസ് പറയാം, നമ്മളെ പറയാം. അപ്പോൾ ഓരോരോ അനുഭവങ്ങളാണ്, ഓരോരോ ഇയറുകളും അല്ലെങ്കിൽ ഓരോരോ നമ്മുടെ ലൈഫിലോട്ട് വരുന്ന ആളുകളും നമുക്ക് ഓരോരോ എക്സ്പീരിയൻസ് തരുന്ന ആളുകളാണ്. അപ്പോൾ സ്കൂൾ ലൈഫ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല മെമ്മറി തരുന്ന ഏറ്റവും ബെസ്റ്റ് ടൈമാണ് എൻ്റെ മക്കളെ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന എൻ്റെ സ്കൂൾ ഡേയ്സ്. കാരണം ഭയങ്കര ഹാപ്പിനെസ് ഉള്ളൊരു സമയമാണ്. ആകെ നമുക്ക് ചെയ്യാനുള്ളത് എക്സാം സമയത്തുള്ള പഠിക്കാന്നുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമല്ല. അതും ബുദ്ധിമുട്ടല്ല, കാരണം നമ്മൾ എന്തായാലും നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് എത്തണം. അപ്പം അതിനുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ പഠിക്കുക. അപ്പം നമ്മളൊരു കാര്യം പഠിക്കുക, അതിന്റെ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുക. ആ നല്ല റിസൾട്ട് വന്നാൽ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുക. ഞങ്ങൾ ആലോചിച്ച് നോക്കിയേ, എൻ്റെ സ്കൂൾ ടൈമിൽ ഞാനൊരു 8th 9th ഒക്കെ എത്തിയപ്പോൾ ഫുൾ കോമ്പറ്റീഷൻ സ്പിരിറ്റിലായിരുന്നു. എൻ്റെ കൂടെ ഇതേപോലെ ഭയങ്കരമായിട്ട് നന്നായിട്ട് പഠിക്കുന്ന 2-3 പിള്ളേരുണ്ടായിരുന്നു. അപ്പം നമുക്ക് അങ്ങോട്ട് കൂടി കോമ്പറ്റീഷൻ, ഹെൽത്തി കോമ്പറ്റീഷൻ ആണ്. ഒരാളേക്കാൾ കൂടുതൽ മാർക്ക് വാങ്ങിക്കണം, അല്ലെങ്കിൽ മറ്റാളേക്കാൾ കൂടുതൽ മാർക്ക് ഇപ്രാവശ്യം നമുക്ക് വേണം. കാരണം സ്കൂൾ ടോപ്പർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ. സ്കൂൾ ടോപ്പറായിട്ട് ഒരാളെ സെലക്ട് ചെയ്ത് അസംബ്ലിയിൽ ഗിഫ്റ്റ് കൊടുക്കും, എന്ന് വെച്ചാൽ മൊമെന്റോയോ സർട്ടിഫിക്കറ്റ്സോ കൊടുക്കും. അപ്പം അതൊരു പ്രൗഡ്ഫുൾ കാര്യമല്ലേ. ക്ലാസ് 8th ഏറ്റവും ഫസ്റ്റ് നല്ല മാർക്ക് വാങ്ങിച്ച കുട്ടി എന്നുള്ളൊരു പേര് കിട്ടിയ അത് അടിപൊളിയല്ലടാ. അപ്പൊ അതിനുവേണ്ടി ഫുൾ ഹെൽത്തി കോമ്പറ്റീഷൻ ആയിരുന്നു. പക്ഷെ അതുകൊണ്ട് എന്താ, നമുക്ക് 8th 9th ഒക്കെ അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റി. 10th അതിന്റെ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. മിസ്സിന് 10th ഫുൾ A ഗ്രേഡ് വാങ്ങിക്കാൻ വേണ്ടി പറ്റി. മിസ് സ്റ്റേറ്റ് സിലബസ് ആയിരുന്നു, CBSE ആയിരുന്നില്ല, അതുകൊണ്ട് A ഗ്രേഡ്. നിങ്ങൾക്കാണെങ്കിൽ P1 അങ്ങനെയൊക്കെ വരും അല്ലേ. അപ്പൊ അങ്ങനെ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ഉണ്ടാക്കിയെടുക്കാൻ. നമ്മൾ ആഗ്രഹിക്കുന്നത് വലിയ വലിയ കാര്യങ്ങളാണ്, ചെറുതൊന്നുമല്ല. നമ്മൾ എപ്പോഴും വിചാരിക്കേണ്ടത് ഫുൾ മാർക്ക് തന്നെ. ഞാനായിരിക്കണം ടോപ്പർ, ഞാനായിരിക്കണം ഫസ്റ്റ് എന്നുള്ള ഒരൊറ്റ കോൺസെപ്റ്റ് തന്നെ പഠിച്ച് സെറ്റാക്കി കഴിഞ്ഞാൽ ഉഷാറായിരിക്കും. സോ സ്കൂൾ ഡേയ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും പ്രഷ്യസ് മൊമെന്റ്സ് ആണ്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. ഇതൊക്കെ കഴിഞ്ഞ് വല്ല ജോലിക്കൊക്കെ പോയി വലിയ മക്കളൊക്കെ ആയിട്ട് ജോലിക്കോ അല്ലെങ്കിൽ കോളേജ് ഡേയ്സിലൊക്കെ പോകുമ്പോൾ, കോളേജിലൊക്കെ പഠിക്കാൻ പോകുമ്പോഴേ നിങ്ങൾക്ക് തോന്നും ആ സ്കൂൾ ഡേയ്സ് മിസ് ചെയ്യുന്നു എന്ന്. കാരണം നമുക്ക് വേറെ ഒരു ടെൻഷനും ഇല്ലാതെ
ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ലൈഫിലെ ഏറ്റവും പ്രഷ്യസ് മൊമെന്റ് ആണ് സ്കൂൾ ലൈഫ്. സോ അത് നിങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക, നല്ല ഫ്രണ്ട്സുമായിട്ട് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക, നല്ല ടീച്ചേഴ്സുമായിട്ട് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക. അങ്ങനെ നമ്മൾ എപ്പോഴും നമ്മളെ തന്നെ പേഴ്സണലി ഇംപ്രൂവ് ചെയ്യേണ്ട ഒരു സ്ഥലം, അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ വൈസ് ആണെങ്കിലും നമ്മുടെ പേഴ്സണൽ ഡെവലപ്മെന്റ് നടത്തേണ്ട ഒരു സ്ഥലമാണ് സ്കൂള്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഇതേപോലെ എന്ത് ചെയ്യുക, നല്ല ടൈമാണ്. അപ്പോൾ ഏറ്റവും നന്നായിട്ട് അത് യൂസ്ഫുൾ ആക്കുക, നന്നായിട്ട് എൻജോയ് ചെയ്യുക, ഒപ്പം തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ വൃത്തിക്ക് പഠിക്കാം. റെഡി? അപ്പം നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ട് നിങ്ങൾ പറയും, മിസ്സേ മുമ്പത്തെ വർഷം ടെക്സ്റ്റ് ബുക്ക് മാറിയത് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഞങ്ങൾക്ക് റെഫർ ചെയ്യാൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സുകളില്ല, ഞങ്ങൾക്ക് എല്ലാം കൊണ്ടും ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ബാച്ചാണെന്ന് നിങ്ങൾ പറയും, മിസ്സിന് അറിയാം. അപ്പം അതിന് നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സൈലത്തിന്റെ യോധ ബാച്ച് ഉള്ളത്. യോധ ബാച്ചിൽ ഓൾറെഡി നമ്മുടെ ബേസിക് ക്ലാസ്സും കാര്യങ്ങളായിട്ട് എല്ലാം തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം ഓൾറെഡി നമ്മൾ ക്ലാസ്സുകളും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയും നിങ്ങൾ ലേറ്റ് ആയിട്ടില്ല, സ്കൂൾ തുറങ്ങുന്നതിന് മുമ്പേ തന്നെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഫസ്റ്റ് ചാപ്റ്റേഴ്സ് മുതലേ പഠിച്ചു തുടങ്ങും. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചൊരു കുട്ടിക്ക് സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ എന്തായാലും ഒരു ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ മണിയായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് തന്നെ എന്തായിരിക്കണം, നല്ലൊരു തീരുമാനം, നല്ലൊരു ഡിസിഷനിലായിരിക്കണം ഈ ഒരു അക്കാഡമിക് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതിനെ പറ്റി ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് യോധ ബാച്ച്. അവിടെ ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും DPPസും കാര്യങ്ങളും നോട്ട്സുകളും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പൊ അതിൽ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഇത് എവിടെയാണ്, 9995400800 എന്നുള്ള നമ്പറിലാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടത്. അപ്പൊ അതിൽ ഇപ്പൊ നിങ്ങൾക്ക് 3 രീതിയിൽ പർച്ചേസ് ഒരു ഓപ്ഷൻ വരെ അവൈലബിൾ ആണ്. ബേസ് പ്ലാൻ, ഇൻഫിനിറ്റി പ്രോ. ബേസ് പ്ലാൻ എന്ന് പറയുന്ന സമയത്ത് നോർമൽ ക്ലാസ്സുകളും അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കാര്യങ്ങളും മാത്രം മതി എന്ന് പറയുന്നൊരു കുട്ടിക്ക് ബേസ് പ്ലാനും ഓക്കെയാണ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ അഡ്വാൻസ് എടുക്കുന്നത് നല്ലത്. വളരെ ചെറിയ ഡിഫറൻസുകളല്ലേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് അഡ്വാൻസ് ഇൻഫിനിറ്റി അല്ലെങ്കിൽ ഇൻഫിനിറ്റി പ്രോ എടുത്താൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. കാരണം ഇൻഫിനിറ്റിയിലാണ് നിങ്ങളുടെ പേൾ വീഡിയോന്റെ ആക്സസ് വരുന്നത്. അതേപോലെ ഇൻസ്റ്റാലേണിന്റെ ആക്സസുകൾ കാര്യങ്ങളിൽ വരുന്നത്. ഇൻസ്റ്റാലേണും മൈൻഡ് മാപ്പ് ഒക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. അത് വായിച്ചു പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇപ്രാവശ്യം ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യാം. ഒരു മാർക്ക് പോലും മിസ് ചെയ്യാത്ത രീതിയിൽ അത്രയും അടിപൊളിയായിട്ടുള്ള നല്ല DPPs ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇൻഫിനിറ്റി പ്രോ എടുക്കുകയാണെങ്കിൽ ഫാൽക്കൺ ബാച്ചിന്റെ ആക്സസ് കൂടെ ഫ്രീ ആയിരിക്കും. അപ്പൊ ഫാൽക്കൺ ബാച്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ വലിയ സ്വപ്നങ്ങൾ കാണുന്ന ആളുകളാണ്, ടീച്ചർ, ഡോക്ടർ, എഞ്ചിനീയർ, അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ. അപ്പൊ അതിന് നീറ്റ് പോലെയുള്ള എക്സാം, JEE പോലെയുള്ള എക്സാം ഒക്കെ നിങ്ങൾ +1 കഴിഞ്ഞതിന് ശേഷം അറ്റൻഡ് ചെയ്യണം, എൻട്രൻസ് എക്സാം. അതിപ്പോൾ എന്ന് പറഞ്ഞാൽ അതിന്റെ പാറ്റേണും കാര്യങ്ങളും കംപ്ലീറ്റ് മാറി ഭയങ്കര ടഫായിട്ട് വരുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ. അപ്പൊ ഇപ്പൊ തന്നെ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാൻ നിങ്ങളൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന് ഇനിയും നാളെ എന്നുള്ള രീതിയിൽ മാറ്റിക്കേണ്ട ആവശ്യമില്ല. സോ പ്രിപ്പറേഷൻ ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക. ഹാർഡ് വർക്ക് മേക്ക് മാൻ പെർഫെക്റ്റ്, അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ആണ് അതിനുള്ള റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റാം. അതുകൊണ്ട് തന്നെ ഏറ്റവും അടിപൊളിയായിട്ട് അതിന് ജോയിൻ ചെയ്യണമെങ്കിൽ ഈ ബാച്ച് സെലക്ട് ചെയ്യുക. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് ആപ്റ്റ് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ നോക്കി തീരുമാനിക്കാം. നിങ്ങളുടെ പാരൻസിനോട് സംസാരിക്കാം, നിങ്ങൾക്ക് തന്നെ ഏതാണെന്ന് അനലൈസ് ചെയ്ത് തീരുമാനിക്കാവുന്നതാണ്. ഏറ്റവും ബെസ്റ്റ് ടൈമാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയത്. അപ്പം മിടുക്കറായിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. നമ്മുടെ ബാച്ചിൽ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആൻഡ് ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇനിയും നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതുമായിട്ട് വീണ്ടും മിസ് വരാം. സോ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ മക്കളെ. ബൈ.